ഹലോ മക്കളെ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കളെ, നമുക്കിനി അടുത്ത വരാനിരിക്കുന്ന നമ്മളെ ഫൈനൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ് നമ്മൾ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. എൻ്റെ ഗൈസ് നോക്കിക്കോളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ കൊടുക്കും. ഈ എക്സാമ്പിളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടുന്ന് ഈ A എന്ന ബീക്കറിൽ നിന്ന് B എന്ന ബീക്കറിലേക്ക് വെള്ളം തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ ഇവിടെ എപ്പോഴും ഒരു വ്യത്യാസം നിലനിൽക്കണം അല്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ, ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നുണ്ട്, ഉയർച്ചയും താഴ്ചയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൂടെ വെള്ളം തുടർച്ചയായിട്ട് ഒഴുകുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു മെഴുകുതിരി ചെയ്യുന്ന ഒരു ഇരുമ്പ് ദണ്ടിനെ PQ എന്നൊരു കണ്ടക്ടറിനെ നമ്മൾ ചൂടാക്കുന്നു. Q ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ചൂട് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഇങ്ങനെ ഒഴുകും. അപ്പോൾ ചൂടാണെങ്കിലും വെള്ളമാണെങ്കിൽ ഉയരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ നിന്നും താഴ്ന്ന നിലയിലേക്കാണ് ഒഴുകുന്നത്. ചൂടാണെങ്കിലും അതേപോലെ തന്നെ ചൂട് കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പ്രവഹിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഒരു ട്യൂബിനകത്ത് കാറ്റ് നിറച്ച് വെച്ചാണ്. അപ്പോൾ ഈ ട്യൂബിനകത്ത് ഹൈ പ്രഷറാണ്. അപ്പോൾ ഇതൊടും തുറന്നു കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് ഇങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം, ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചാർജിന്റെ കാര്യത്തിലും. ഒരു ഭാഗത്ത് കൂടുതൽ ചാർജ് ഉണ്ട്, ആ ചാർജ് കൂടുതൽ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ നമ്മൾ കറണ്ടിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഇതിനെ പൊതുവെ വോൾട്ടേജ് എന്നാണ് പറയുക. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പൊതുവെ പറയുന്ന പേരെന്താണ്? വോൾട്ടേജ്. അതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ചെറിയൊരു ഉപകരണമാണ് വോൾട്ട് മീറ്റർ എന്നൊക്കെ പറയും. കറണ്ട് അളക്കാൻ നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നു, വോൾട്ടേജ് അളക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കൊരു പ്രോബ്ലം ആണ് വരിക. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ആയി മാറാൻ പാടില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ഓർത്തേക്ക്. ഇവിടെ നോക്കിക്കോളൂ. ഇപ്പം ഞാനൊരു കണ്ടക്ടർ, ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു +Q ചാർജ്, ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ചാർജിനെ A എന്ന പോയിന്റിൽ നിന്ന്, ഒരു എക്സാമ്പിൾ ആണ്, A എന്ന പോയിന്റിൽ നിന്ന് B എന്ന പോയിന്റിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ ഒരു ചാർജിനെ ഞാൻ എന്ത് ചെയ്യണം? ഈ +Q ചാർജിനെ ഞാൻ എന്ത് ചെയ്യണം? ഈ A എന്ന പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എത്തിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ ഒരു ചാർജിനെ എങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ ചാർജ് മേൽ നിന്ന് പോയിന്റിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ചാർജ് ഉണ്ടായിരിക്കണം, ഇവിടെ ചാർജിൻ്റെ അളവ് കുറവായിരിക്കണം. അപ്പോൾ കൂടുതൽ ചാർജ് ഉള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നു. അപ്പോൾ അങ്ങനെ ചാർജ് ഇങ്ങനെ ഒഴുകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളെ ക്ലാസ് റൂമിൽ കുറേ ബെഞ്ചും ഡെസ്കും ഉണ്ട്. ഈ ബെഞ്ചും ഡെസ്ക് നിങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെഞ്ചും ഡെസ്കും ഇങ്ങനെ പോകണ്ടേ? അപ്പോൾ നിങ്ങളവിടെ ഒരു വർക്ക് ചെയ്യുന്നില്ലേ? അതേപോലെ തന്നെ ഇവിടുത്തെ ചാർജുകൾ A എന്ന പോയിന്റ് B എന്ന പോയിന്റിലേക്ക് ഇങ്ങനെ ഒഴുകുമ്പോൾ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് എന്നാണ് ഈ ഒരു ഇക്വേഷങ്ങൾ പഠിച്ചത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്താ പേര് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? വർക്ക് ബൈ ചാർജ്. അതായത് ഒരു ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എത്ര വർക്ക് അവിടെ ചെയ്യുന്നു, എത്ര പ്രവൃത്തി അവിടെ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എന്നാണ്. അപ്പോൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു W/Q എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ യൂണിറ്റ്, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ചാർജിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കുളോം. അപ്പോൾ ജൂൾ പെർ കുളോമിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ജൂൾ പെർ കുളോമിനെ നമ്മൾ പൊതുവെ, അതായത് ജൂൾ പെർ കുളോമിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് വോൾട്ട് എന്ന് പറയാം. എന്താ പേര് അറിയാം? വോൾട്ട്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? വോൾട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിനകത്ത് വരുന്ന ഇക്വേഷൻ ഏതാണ്? എൻ്റെ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. V ഈസ് ഈക്വൽ ടു, V ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്, പ്രവൃത്തി ബൈ
എന്താണ് ചാർജ്, പ്രവൃത്തി ബൈ ചാർജ്, അതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കുളോമിനെ നമ്മൾ എന്താ പൊതുവെ പേരറിയുക, വോൾട്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ഇക്വേഷൻ ബേസ് ചെയ്ത് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണം. എപ്പോഴും പരീക്ഷയ്ക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം തരും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലേനും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. നോക്കിക്കോളൂ, എന്താണ് ഒരു വൈദ്യുത സർക്യൂട്ടിൽ എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് 10 കുളോം ചാർജ് എത്തിക്കാൻ 100 ജൂൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? ശ്രദ്ധിക്കണം, അമ്പാനെ ശ്രദ്ധിക്കണം. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് 10 കുളോം ചാർജ് എത്തിക്കാൻ 100 ജൂൾ വർക്ക് എടുക്കുന്നു. നോക്കെന്താണ് ചോദ്യം, നോക്കെന്താണ്, ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് 100 ജൂൾ വർക്ക് ഈസ് ഡൺ ടു മൂവ് എന്താണ് 10 കൂളോം ഇലക്ട്രിക് ചാർജ് ഫ്രം എ പോയിന്റ് ടു ബി. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ബി. ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് എടുത്തെഴുത്. എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ 100 ജൂൾ, 100 ജൂളും തന്നിട്ടുണ്ട്. ഇനി ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കൂളോം തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ എന്താണ്, വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 100 ജൂൾ ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ 10 കൂളോം. ഈ 0 വെട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടി, 10 ജൂൾ പെർ കൂളോം. ഇതിനെ നമ്മൾ പറയുന്ന പേര് 10 വോൾട്ട്. എന്താ പറയുക, 10 വോൾട്ട്. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്തുകൂടെ മക്കളെ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അങ്ങനെയെങ്കിൽ ഈ ഒരു ചോദ്യം കൂടി ചെയ്ത് കാണട്ടെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് ചോദ്യം? ഇതേപോലെ തന്നെ ചോദ്യം, അതിൽ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ. എന്താണ്, ഒരു വൈദ്യുത സർക്യൂട്ടിൽ എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് 1 കുളോം ചാർജ്, എത്രയാണ് 1 കുളോം ചാർജ് എത്തിക്കുവാൻ 1 ജൂൾ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയെന്നാണ് അല്ലേ? 1 ജൂൾ വർക്കാണുള്ളത്, 1 കൂളം ഇലക്ട്രിക് ചാർജ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അതായത് 1 ജൂൾ വർക്ക് 1 കുളോം ചാർജ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ എന്ത് കിട്ടി, 1 ജൂൾ പെർ കുളോം, അതായത് 1 വോൾട്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗൈസ്, ഇത് മാത്രമുള്ള ഒരു പോയിന്റിൽ നിന്ന് 1 കുളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ 1 ജൂൾ വർക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, 1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം മക്കളെ. അപ്പോൾ ഇതിന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്, വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അതോടൊപ്പം അതിൻ്റെ യൂണിറ്റ് പഠിക്കുക. ജൂൾ പെർ കുളോം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, അത് വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്, വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗത്ത് നിന്ന് 2 പ്രോബ്ലം നിങ്ങൾ പഠിച്ചില്ലേ, പരീക്ഷയ്ക്ക് ഷുവറാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് നല്ല നിങ്ങളുടെ മെസ്സേജുകളൊക്കെ രേഖപ്പെടുത്തുക. ഈ ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ള ഏരിയയൊക്കെ രേഖപ്പെടുത്തുക. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇത് നിങ്ങൾ കണ്ടതോടുകൂടി തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് പഠിച്ച് നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷ ഒറ്റക്കെട്ടായി നേടാം. ഓക്കേടാ, അപ്പോൾ ഓക്കെ, ടാറ്റാ.